കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സീസ്, ധ്യാൻ്റെ ഉപദേശങ്ങൾക്ക് ഒരുപാട് വിലയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മമ്മൂക്കാൻ ഈയിടയ്ക്കൊന്ന് കളിയാക്കിയോ? കുത്തിത്തിരിപ്പ് വന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അജുവിനെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആളുകൾ. എനിക്ക് നിന്നെ ഒരു സമയത്ത് എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? പക്ഷെ ഈ ചോദ്യം വളരെ അപ്രസക്തമാവും, അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് അതിന് വേറൊരു മാനം കൊടുക്കാൻ ശ്രമിക്കും. അതിനാവശ്യമില്ല. അശ്വങ്കൊക്കെ പറഞ്ഞ ബലിക്കല്ലിനടിക്കണോ? പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. എനിക്കങ്ങനെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോൾ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുവന്ന കളറാന്ന് തോന്നുന്ന കാര്യമില്ല. ഞാൻ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ എന്തോ ഒരു സന്തോഷക്കുറവ്. അത് നന്നായി കൊണ്ടുവന്ന് തോന്നി. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചാൽ, ഇനി ഒരു കാര്യം ചോദിക്കണ്ട. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. 2024 നമ്മെ വിട്ട് പിരിയുന്നു. 2025 നമ്മളെല്ലാം പ്രവേശിക്കാമാണ്. അപ്പം 2025 കുറേ സ്വപ്നങ്ങൾ, 2024 ഉണ്ടായ നഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാൻ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയായ അജു വർഗീസാണ്. അജു, നമസ്കാരം. നമസ്കാരം. ദൈവ തലേണൊക്കെ ഒരു താങ്ങുപോലെ വെച്ചിരിക്കുന്നത്. ഒരു തലോണ ഇപ്പുറത്തുള്ളതുകൊണ്ട് അതൊന്നും മറയ്ക്കാൻ വേണ്ടി വെച്ചെന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ തൊടുപുഴയാണ്. മലങ്കര എന്ന് പറയുന്ന ഏറ്റവും നല്ല ഒരു സ്ഥലത്തല്ലേ? അതെ. നമ്മൾ ഇരിക്കുന്നത് ജോയിൻസ് അപ്പാർട്ട്മെന്റ്, ഇവരുടെ ഒരു ഫ്ലാറ്റാണ്. എൻ്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ വന്ന അന്തരീക്ഷമൊക്കെ? വളരെ മനോഹരം. കാര്യം പ്രേക്ഷകർക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല, എന്നാലും നമ്മൾ കാണിക്കും വിഷ്വൽ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ വ്യൂ ആക്ച്വലി അതൊരു മനോഹരമായൊരു വ്യൂ ആണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല രസകരമായൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ആ വ്യൂവിലോട്ട് എനിക്ക് തോന്നുന്നു ഹൈദർക്കയുടെ ഇൻ്റർവ്യൂസിലെ ഏറ്റവും മനോഹരമായ, വിഷ്വലി മനോഹരമായ, ഓക്കെ നമുക്കറിയില്ല മുന്നോട്ട് എന്തായിരിക്കും. ഞാനും വെയിറ്റ് ചെയ്തിരിക്കും മനുഷ്യൻ എന്തൊക്കെയാണ് ചോദിക്കാൻ പോണെന്ന്. നമുക്കറിയാം, കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സീസ് ഒക്കെ പോക്കറ്റ് നിറച്ച് വന്നേക്കായിരിക്കും. ഇല്ല, ഞാൻ ഒന്ന് നന്നായി. ഞാൻ കുറച്ച് അങ്ങനെ ആവരുത്. അങ്ങനെ ആകാൻ പാടില്ല. നന്നാവരുത്. നന്നാൻ പാടില്ല. നിങ്ങളിപ്പോൾ നന്നാകലെന്ന് പറയും, ഇടയ്ക്ക് നന്നാണെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നുള്ള, ഞാൻ ഒരു എപ്പോഴും എല്ലാവരോടും നന്നാവരുതെന്ന് പറയുന്ന ആളാണ്. അതല്ലേ? പിന്നെ നന്നാവുന്ന ഇഷ്ടമല്ല. അങ്ങനല്ല, നമുക്കിപ്പോഴല്ലേ ഇതൊക്കെ പറ്റൂ. ഇവിടുത്തെ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വെച്ചിട്ടല്ലേ നമുക്ക് ഓരോന്ന് കിട്ടത്തുള്ളൂ. അങ്ങനെ എല്ലാവരും നന്നായ എനിക്കൊന്നും കൂട്ടുകാരുണ്ടാവില്ലല്ലോ. അജു, എന്തായാലും ഈ പറഞ്ഞ പോലെ 2024 പോകുന്നു. ക്രിസ്മസ് ഒക്കെ വന്നു, ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ പോകുന്ന സമയമാണ്. 2024 അജുവിനുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ലാഭങ്ങളുടെ പട്ടിക വേറെയാണ്, നഷ്ടങ്ങളുടെ പട്ടിക എന്തായിരിക്കും? ഞാനങ്ങനെ ബോദർ ചെയ്തിട്ടില്ല. നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു വിഷമങ്ങളൊക്കെ നമുക്ക് താൽക്കാലികമായിട്ട് ചിലപ്പോൾ നാച്ചുറലി എല്ലാ മനുഷ്യരിലെയും പോലെ എന്നെയും ബാധിക്കുമായിരിക്കും. പക്ഷെ കുറച്ചുകൂടി ക്യാരി ചെയ്ത് വെക്കുന്നത് ശീലം കുറവാണ്. അത് ഓർത്ത് അതിൽ തന്നെ ക്ലിങ് ചെയ്തിരിക്കുന്ന ഒരു ശീലമില്ല. അപ്പോൾ അത് പെട്ടെന്ന് പറയാൻ ഞാൻ ഇനിയിപ്പം ഓർത്തൊക്കെ ഇനിയും ഫൈൻഡ് ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നുള്ളൊരു ഓർമ്മയിലൊന്നും. ലാഭങ്ങൾ എന്തായി? ഓരോ ദിവസവും ഏതെങ്കിലും ഒരു സിനിമ കിട്ടുന്നത് ഏറ്റവും വലിയ ലാഭം എന്ന് വിചാരിച്ച നടക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സിനിമ ഇറങ്ങാൻ പറ്റിയ അത് ലാഭം, ഒരു ടേക്ക് ഓക്കെ ആയാൽ അത് ലാഭം കാണുന്ന ആൾ, നല്ല ഭക്ഷണം ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടുന്നത് വളരെ ലാഭം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ്, അല്ലെങ്കിൽ കോവിഡ് വരെ നന്നായിരുന്നു, പക്ഷെ പോസ്റ്റ് കോവിഡിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട്സ് റീപ്പ് ചെയ്യുന്നത് കാണുമ്പം ആ സ്നേഹം തിരിച്ച് പ്രേക്ഷകർ, സ്നേഹം എന്നുള്ളതിന് ഞാൻ അതിന് വേറൊരു അർത്ഥത്തിൽ പറയാം. ഒരു കാര്യം നമ്മൾ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ അവർ കൂടെ നിൽക്കുന്നത് കാണുമ്പം അത് ഒരുപാട് കോൺഫിഡൻസ് തരുന്നുണ്ട്. എനിക്ക് കോവിഡിന് മുമ്പും കോവിഡ് കഴിഞ്ഞിട്ടുള്ള അജുവിൻ്റെ അഭിനയ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ഞാൻ ഒരു പ്രേക്ഷകൻ പറഞ്ഞാൽ, അഭിനയിക്കാൻ ഇപ്പോൾ അറിയാം, നേരത്തെ അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത് പ്രേക്ഷകൻ എന്ന നിലയിലാട്ടോ, ഒരു ആങ്കർ എന്ന നിലയിലല്ല. ഞാൻ ഇപ്പോഴും അത് രണ്ടാമത് പറഞ്ഞത് ഞാൻ പറയും. പക്ഷേ കോവിഡിന് ശേഷം ഇപ്പം മനീഷ് നാരായണൻ്റെ ഇൻ്റർവ്യൂ ഒരു മുഖ്യ കാരണമായി മാറിയൊരു കാര്യം കോവിഡിൻ്റെ സമയത്ത് നടന്നത്.
അദ്ദേഹത്തിന് ആ ഇൻ്റർവ്യൂവിൽ 1-2 ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്നിലെ നടൻ എടുക്കേണ്ട ഉത്തരവാദിത്ത ബോധങ്ങളെക്കുറിച്ച് എന്നിൽ ഒന്നുകൂടൊന്ന് തോന്നലുകൾ ഉണ്ടാക്കി. കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ കൂടുതലും നമ്മളിലോട്ട് തന്നെ നമ്മുടെ ചിന്തകളെ മാറ്റിവിടാൻ സമയം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചും കൂടിയൊക്കെ എൻ്റെ ജോലിയിൽ ഞാൻ ശ്രമിക്കാത്ത കുറേ ഇൻവോൾവ്മെൻറ്റുകൾ ചെയ്യണമെന്നും ഒക്കെ ഒരാഗ്രഹം തോന്നി. ആഗ്രഹം തോന്നിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്കതിനനുസരിച്ച് അവസരങ്ങൾ കിട്ടണം. ഏതൊരു വ്യക്തിക്കും ഏതൊരു മേഖലയിലും അവസരം കിട്ടുമ്പോഴല്ലേ പുള്ളിക്ക് അത് ചെയ്തിട്ട് പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുറവുകൾ, അതിൽ എന്തൊക്കെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു സിനിമ വരുന്നത്. അത് റിലീസായിട്ടില്ല, പക്ഷെ അതെനിക്കൊരു ഗ്രേറ്റ് ലേണിംഗ് ആയിരുന്നു. ആ സിനിമ ഇതിലൂടെ ഒരു എന്താ പറയുക, ഒരു 45-50 ദിവസം വേറൊരു രീതിയിൽ മിഥുൻ്റെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് അതിലുണ്ടായിരുന്നു. മിഥുൻ മാനുവൽ നമുക്കറിയാം, വളരെ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ സ്ക്രീനിൽ എഴുതുന്ന കൊണ്ടുവരുന്ന ആൾ. അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു എനിക്കതിൽ. നമ്മൾ സ്ഥിരം ചെയ്തു വരുന്ന പാറ്റേൺ അല്ലായിരുന്നു അതുവരെ. അപ്പം അത് കോവിഡിന് ശേഷം ഫസ്റ്റ് സംഭവിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവിടുന്ന് ഗഗനചാരി സംഭവിച്ചു, ഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടി, വ്യത്യാസമുള്ള അവസരങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. വ്യത്യാസമുള്ള റോളുകൾ, ലെങ്തിനല്ലായിരുന്നു പ്രാധാന്യം. ഒരു സിനിമയിൽ 1 മിനിറ്റോ 3 മിനിറ്റോ ആണെങ്കിലും കുഴപ്പമില്ല, 50 മിനിറ്റും ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചോയ്സ് എടുത്തു. നേരത്തെയൊക്കെ കൂടുതലും നമുക്ക് വരുന്ന കൂട്ടുകാരൻ്റെ വേഷമാണ്. അപ്പം ആ സമയത്ത് അത് ആവശ്യമായിരുന്നു, മണ്ടത്തരം പറഞ്ഞ് കൂടെ നടക്കുന്ന കൂട്ടുകാർ. പക്ഷെ കുറേ കഴിഞ്ഞ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ആദ്യമൊക്കെ പ്രേക്ഷകർ പറയാറുണ്ട് ടൈപ്പ് കാസ്റ്റഡ് ആവുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ. എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു, എനിക്കത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരു ഏജ് ആയപ്പോഴായിരിക്കാം പിന്നെ ഈ 18, 20-കാരനും 23-കാരനും ഒക്കെ, ഞാൻ 35 കടന്നു, അപ്പോൾ ഇപ്പോൾ 40ആയി. അപ്പം ഇനി എനിക്കൊരു 25-കാരനാവാൻ മനസ്സുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നിയില്ല. അപ്പം ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഒരു സിനിമ വരികയാണ്, അതിലൊരു നായകനുണ്ട്, നായകൻ്റെ കൂട്ടുകാരൻ്റെ വേഷമാണ് എനിക്ക് വരുന്നെങ്കിൽ, അതിലൊരു ചെയ്യാത്തൊരു വേഷം ചിലപ്പോൾ ഒരു സീൻ ഉണ്ടാവുള്ളെങ്കിലും അത് ഞാൻ ചോദിക്കാൻ തുടങ്ങി. ചോദിച്ചു. കാശും റോളിൻ്റെ ലെങ്ത് മറ്റേടത്താ. റോളിൻ്റെ ലെങ്ത് കൂടുമ്പോഴാണല്ലോ കാശ് കൂടുന്നത്. പക്ഷെ എന്നാലും ഞാൻ പോസ്റ്റ് കോവിഡ് ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഈ അടുത്തുവരെ ധ്യാൻ ശ്രീനിവാസൻ വീണ്ടും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിപ്പിച്ചിരി മാറ്റുന്നുണ്ട്. അത് വേറൊരു എപ്പിസോഡാണ്, നമ്മൾ ഇപ്പൊ അജു എല്ലാ സിനിമയും അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അജു മറ്റേത് സെലക്ട് ചെയ്യും സിനിമകൾ. ഇപ്പൊ നേരത്തെ മുതൽ എന്തിൻ്റെ കാര്യങ്ങളാണ് എല്ലാം പറയും. ധ്യാൻ ഇല്ലാത്തൊരു സിനിമ ഒരു വെള്ളിയാഴ്ച ഇല്ല എന്ന് എൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ അജു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അജു ഇല്ലാത്തൊരു വെള്ളിയാഴ്ചയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ സിനിമയിൽ നിന്ന് ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ് അജു. അപ്പൊ ധ്യാൻ്റെ പാത കൃത്യമായി തുടരുവാണ്. ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ലിവിങ്ങിലോട്ട് വരുമ്പോൾ ധ്യാൻ്റെ ഉപദേശങ്ങൾക്ക് ഒരുപാട് വിലയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ധ്യാൻ്റെ ഉപദേശങ്ങൾ എന്ന് മാറ്റിയത് ധ്യാൻ്റെ രീതികൾക്ക് ഒരു ബാലൻസ്ഡ് ആക്റ്റാണ് നല്ലത്. നമുക്ക് ജീവിക്കാൻ കാശ് വേണം. എപ്പോഴും നമ്മൾ ഈ ഒരു സീൻ ചോദിക്കുന്നത് ശരിയല്ല. ചിലപ്പോൾ മുന്നേ ചെയ്തൊരു സാധനമാണെങ്കിലും എങ്ങനെ വ്യത്യാസത്തോടെ ചെയ്യാമെന്നുള്ളത് എൻ്റെ ശ്രമത്തിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. മുന്നേ ചെയ്തൊരു കാര്യം വീണ്ടും അതേ, നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ കാറുകൾ പലതരം അല്ലേ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ, ഇപ്പോൾ ബിരിയാണി, മലബാർ ബിരിയാണി ഉണ്ട്, തലശ്ശേരി ബിരിയാണി ഉണ്ട്, ഹൈദരാബാദ് ബിരിയാണി ഉണ്ട്, ദുബായിൽ ബിരിയാണി വേറെ ആയിരിക്കാം അല്ലേ, ഓരോ തമിഴ്നാടിന് ബിരിയാണി വേറെ. സോ അതാണ് എൻ്റെ ശ്രമം, സത്യസന്ധമായ ശ്രമം. എന്ന് വെച്ച് നമുക്ക് ബിരിയാണി ആവാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ലെങ്ത് ഓഫ് ദ റോളും ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു പാത തുടർന്നു. ഇപ്പൊ വീണ്ടും ഭയങ്കര ചൂസി ആകുമ്പോൾ നമുക്കൊരു തൃപ്തിയുള്ള മാത്രം വേഷങ്ങൾ ചെയ്യാം. ഇത് നമുക്ക് തൃപ്തികരമാക്കി വന്നൊരു വേഷത്തെ മാറ്റണം, നമുക്കും കൂടെ തൃപ്തികരമായി മാറ്റാൻ ശ്രമിക്കണം. അല്ലെ, അജുവിൻ്റെ അടുത്ത് ഞാൻ ഓപ്പണായിട്ട് ചോദിക്കാനുണ്ടോ, അജുവിനെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആളുകളുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ അജുവിന് ജാടയാണ്, അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് ഹെഡ് വെയിറ്റ് ആണ്, ജാടയാണ്. അജുവിനെ ഇഷ്ടപ്പെടാത്ത കുറെ ആളുകളുണ്ട്. അജുവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് പണ്ട് തൊട്ട് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരെ ഇഷ്ടം. അതെ, പണ്ട് തൊട്ട് എന്നെ വെറുതെ എൻ്റെ അടുത്ത് വന്ന് നല്ലത് പറയുന്നവരോട് നീ കേട്ട് വിടാറേ ഉള്ളൂ. ഇപ്പം എൻ്റെ കൂടെയുള്ള മാനേജർ ഞാൻ പലയിടത്തും പറഞ്ഞു, ഇപ്പം അല്ലെങ്കിൽ എൻ്റെ അഡ്മിൻ
വളരെ ബ്ലണ്ടായിട്ട് തല്ലിപ്പൊളിയാന്ന് മുഖത്ത് നോക്കി പറയുന്നതാണ് എനിക്കിഷ്ടം ആക്ച്വലി. പണ്ടും ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഇന്റർവ്യൂവിൽ എന്തോന്ന് പറഞ്ഞേക്കണേ, പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ബാക്ക് പേപ്പേഴ്സ് ഉണ്ടല്ലോ, അത് 9 എണ്ണമാണുള്ളത്. അപ്പം ആ സമയത്ത് വരുമ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 15 20 പറയാറുണ്ട്. കാര്യം അയാളുടെ മുഖത്തെ ആ ഒരു ചെറിയ സന്തോഷം കാണാൻ എനിക്ക് സന്തോഷമായിരുന്നു. ഒരുതരം വട്ടായിരിക്കാം, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. എല്ലാവരും അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് എനിക്ക് അത്ര താല്പര്യമില്ല. ജോലി ചെയ്തു, ജോലി നന്നായി ചെയ്തോ ഇല്ലയോ, കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ല, പ്രേക്ഷകരോട് ഭയങ്കരമായ ഒരു അടുപ്പം തോന്നാനും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുകയും ചെയ്യുന്നത് ഈ ജോലി ആയതുകൊണ്ടാണല്ലോ. ഞാനൊരു മാഷായിട്ടോ ബാങ്ക് ജോലിയായിട്ടോ ടാക്സി ഓടിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ ബിസിനസ്സൊന്നും പറ്റില്ല. വേറെ നമ്മളും ഒരു സ്ഥാപനവും മാത്രമായി നിൽക്കുന്ന ഒരു ബന്ധമുള്ള ഒരു തൊഴിലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ രീതിക്കല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഒരു മേഖലയിലായതുകൊണ്ട്, ഈ ഒരു ജോലിയിലായതുകൊണ്ട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സൊസൈറ്റിയോട്, നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പ്രേക്ഷകരോട്. അവർ നമ്മളുടെ മേലിൽ വിശ്വസിച്ച് മുടക്കുന്ന ആ ഒരു ടിക്കറ്റിൻ്റെ കാശിന് നമ്മൾ മൂല്യം കൽപ്പിക്കണം. അത് ഈ ജോലി ആയതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഞാൻ എനിക്കൊന്ന് വളരെ ഒരു കുറച്ചും കൂടി സെൽഫിഷ്, കുറച്ചും കൂടി സെൽഫ് സെൻറ്റേർഡ്, ഒരു തോന്നിവാസിയായി പോയതിന് കുറച്ചും കൂടെ. ഇപ്പം അല്ല എന്നല്ല കേട്ടോ, ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ഇല്ല, പക്ഷേ ഞാൻ മറ്റേതിന് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് പറയാൻ അവകാശവും അധികാരമുണ്ട്. കാര്യം അവരുടെ കാശിനും കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. അത് തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കിഷ്ടമല്ലായിരുന്നു താങ്കളെ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ അത് പറയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വളരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. നമ്മളെല്ലാവരും ജാഫർ ഇടുക്കി. ജാഫർക്കായിട്ട് ഞാനൊരു സിനിമ ഈ അടുത്ത് ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ബിഗ് ബി തൊട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് ഈ ആക്ടറെ അല്ല ബിലാലിക്ക എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അങ്ങനെ ജാഫർക്കയുടെ മഹേഷിൻ്റെ ഇഷ്ടംപോലെ വേഷങ്ങളും ചുരുളി നമുക്കിഷ്ടമാണ്. ജാഫർക്ക് ഞാനും പുറത്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സാജൻ ബേക്കറിയിൽ വന്ന് ഒരു ഗംഭീര ഗസ്റ്റ് റോൾ ചെയ്തിട്ട് പോയ മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അന്ന് ഇറങ്ങിയ ടൈമിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആ സീൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈ അടുത്ത് ഞാൻ ആ പടം ചെയ്യുമ്പോൾ ജാഫർക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നല്ല രസമുള്ള. അപ്പോൾ അദ്ദേഹം പറയുമ്പോഴേ നിന്നെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയാ. എനിക്കത് ഇഷ്ടമായിരുന്നു. പുള്ളി ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞു, എനിക്ക് മോനെ മക്കളെ, എനിക്ക് നിന്നെ ഒരു സമയത്ത് എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ നിന്റെ വെള്ളിമൂങ്ങ കണ്ടു, അന്ന് എൻ്റെ അഭിപ്രായം മാറിയിരുന്നു. അപ്പോൾ അത് എനിക്ക് വളരെ വലിയൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്ക് തോന്നാം ചില വ്യക്തികളോട് അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ നേരിട്ട് അറിയില്ലെങ്കിൽ അവരുടെ രൂപം ഇൻ സെൻസ് അവരുടെ എന്തെങ്കിലും ഒരു മുഖഭാവം ചിലപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാം. എല്ലാം തികഞ്ഞവരല്ലല്ലോ മനുഷ്യർ. അപ്പം അത് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം. എനിക്കങ്ങനെ തോന്നുന്നു. ഇഷ്ടംപോലെ പേര് കോളേജിലും ഇപ്പോൾ ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളത് ക്യാരി ചെയ്യുന്നില്ല. പുള്ളിയും ക്യാരി ചെയ്തിട്ടൊന്നുമില്ല, എവിടെയെങ്കിലും നമ്മളെ കാണുമ്പോൾ ഒരു താല്പര്യക്കുറവ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളിമൂങ്ങ കണ്ടില്ലായിരുന്നെങ്കിൽ സാജൻ ബേക്കറിക്ക് വിളിച്ചിരുന്നെങ്കിൽ പുള്ളി വരില്ലായിരുന്നു. അങ്ങനെയും പറഞ്ഞു, അഭിനയിക്കാൻ പോലും വരില്ലായിരുന്നു കൂടെ. അപ്പോൾ അത്രയ്ക്കും ഒരു വിരോധിയായി. എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഓപ്പണായിട്ടൊക്കെ പറഞ്ഞപ്പോഴേ ഓപ്പണായിട്ടൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, വളരെ ബ്ലണ്ടാണ് അവർ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പൊതുവേദികളിലല്ലാതെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളുടെ. ഇപ്പോൾ ഈ സിനിമ റിവ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് ഇവരൊക്കെ വളരെ പാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ കുറ്റം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള മാനേജർ മുഹമ്മദ്, ഞാൻ ഇന്നും വിനീതും നിവിനും ഉൾപ്പെടെ ഇവർക്കൊക്കെ അറിയാം, ഞാൻ പഠിച്ചത് ഇവരുടെയൊക്കെ സുഹൃത്താണ്, ധ്യാൻ്റെയൊക്കെ മിഥുനൊക്കെ അറിയാം. അതായത് ചില ഷോട്ടൊക്കെ ഞാൻ ചെയ്തിട്ട് വരുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറയും എന്ത് ബോറായിരുന്നെന്ന് പറയും. ഒന്ന് ഓർത്ത് ഒരു ഷോട്ട് കൊടുത്തിട്ട് നമ്മളടുത്ത് ഒരാൾ മുഖത്ത് നോക്കി വളരെ തല്ലിപ്പൊളിയായിരുന്നു. പടം ഞാൻ പറയുന്നില്ല, ഒരു സിനിമയുടെ പ്രിവ്യൂ ഞാൻ അഭിനയിച്ച് ഒരു സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് എൻ്റെ സംവിധായകനും ഞാനും ഇദ്ദേഹം ബിരിയാണിയാണ് എന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇദ്ദേഹം ബിരിയാണി ഞങ്ങൾക്ക് തരിക. അപ്പോൾ സംവിധായകൻ ചോദിച്ചു ഇദ്ദേഹത്തോട്, മുഹമ്മദേ പടം എങ്ങനെയുണ്ട്? വളരെ മോശമാണ് സാറേ. മുഹമ്മദ് പറയുവാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ജോലിയിൽ അത് കീപ്പ് ചെയ്യണം. ജീവിതത്തിൽ നമ്മൾ ഇച്ചിരിയൊക്കെ ഡിപ്ലോമസി കാണിക്കേണ്ടി വരും. ഇപ്പോൾ വേറൊരാൾ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് കളയാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുക ഒക്കെ ചെയ്യാം. ജോലി ചെയ്യുമ്പം അത് കൊള്ളൂല എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഞാനും പറയാറുണ്ട്. ജോലിക്കാര്യങ്ങൾ, ഒരു സിനിമ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ആ വ്യക്തി എന്നോട് ചോദിച്ചാൽ പറയും. എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പല ക്രിറ്റിസിസംസ് അവരൊക്കെ സിനിമയെ തകർക്കുന്നു അല്ലെങ്കിൽ മാനസികമായി ബാധിക്കുന്നു എന്നൊക്കെ പലരെയും ബാധിക്കുന്നുണ്ട്. ഐ എഗ്രി ടു ഇറ്റ്. എന്നോട് ആ ചോദ്യം വരുമ്പോൾ എനിക്കത് വളരെ മൈൽഡായിട്ട് ഇവരുടെയൊക്കെ ഇത് തോന്നാറ്റുള്ളൂ. ബിക്കോസ് എൻ്റെ ചുറ്റുവട്ടവും ഉള്ള എൻ്റെ കോളേജ് തൊട്ടുള്ള സുഹൃത്തുക്കൾ എന്നെ ശീലിപ്പിച്ചതും ഇന്ന് ഞാൻ അവരോട് ഗ്രേറ്റ്ഫുൾ ആണ്. അതുകൊണ്ട് എൻ്റെ 11 പേര് ടു 20 പേരുള്ള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അതിൽ 11 പേര് ഞങ്ങൾ വളരെ ആത്മബന്ധമുള്ള വ്യക്തികളാണ്. ഞങ്ങളുടെ ഒരു പെരുമാറ്റ രീതിയിൽ എന്ത് കാര്യവും കണ്ടതും പറഞ്ഞതും ശീലിച്ചതൊക്കെ സ്ട്രെയിറ്റ് മുഖത്ത് ബ്ലണ്ടായിട്ട് പറഞ്ഞിട്ട് തന്നെ, അതിൻ്റെ പിന്നിൽ ഒരു ഇമോഷൻ കീപ്പ് ചെയ്തിട്ടല്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ശീലം നമ്മളെ ശീലിപ്പിക്കുമല്ലോ. അല്ല, അതുകൊണ്ടാണ് തോന്നുന്നു അജു എൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ അശ്വങ്കൊക്കെ പറഞ്ഞ ബലിക്കല്ലിന് അടിക്കണമെന്ന്. അജു എന്നെ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. ഉറപ്പല്ലേ? എൻജോയ് ചെയ്ത് ആ കമൻറ്റിനെ ഞാൻ ഉള്ളിൽ എടുത്ത ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അതിനെ ഞാൻ കാര്യം പുള്ളി കാശ് മുടക്കി എൻ്റെ ഒരു സിനിമ കണ്ട ആളാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഞാൻ മറ്റ് റിവ്യൂകൾ പുള്ളിയുടെ കണ്ടിട്ടുണ്ട്, നല്ലത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞു? എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം ആരുടെയാ? എൻ്റെയാണ്. അപ്പം ഞാനത് തിരുത്താതെ അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കാതെ അതാണ് കുറ്റം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ രാജാവ് നഗ്നന, അന്ന് ഞാൻ പറഞ്ഞ ലൈൻ ഇതാ നമ്മുടെ ഇൻ്റർവ്യൂ. രാജാവ് നഗ്നനാന്ന് വിളിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ അതിനു വേണ്ടിയുള്ളൊരു ശ്രമം ചെയ്യൂ, തുണിയെടുത്ത് കൊടുക്കൂ. കാര്യം രാജാവിന്, ഞാൻ രാജാവെന്ന് പറയല്ല, മനസ്സിലായി, ആ വ്യക്തിക്കെങ്കിലും തോന്നണ്ടേ ഞാൻ ന്യൂഡാണെന്ന്. ന്യൂഡായിട്ടും ഞാൻ ന്യൂഡല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഞാൻ പറയുന്നു, ഇല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം. അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ സെൻസിബിളായിട്ട് പറയാൻ, വ്യക്തിഹത്യകൾ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഒരാളുടെ വീട്ടുകാർ, ഒരാളുടെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കാത്തവരെയൊക്കെ വലിച്ചഴിക്കുന്നതോ, അധരനാമങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് മാന്യമായിട്ട് പറയാമല്ലോ. ഏയ് മിസ്റ്റർ എക്സ്, ഈ പറഞ്ഞ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ ഉഴപ്പുന്നുണ്ട്, നിങ്ങൾ വളരെ മോശമായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത്, എന്നിട്ട് ആ ക്യാരക്ടർ നിങ്ങൾ എവിടെയൊക്കെ പാളിപ്പോയോ, അതിൽ ഇച്ചിരി സർക്കാസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ക്ഷമിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ രൂപങ്ങളും എല്ലാം ഇവൻറ്റ്ഫുൾ ആക്കുക എന്നുള്ള ഇന്നത്തെ ട്രെൻഡ് അല്ലേ? അത് അയാൾക്ക് അത് എഴുതിയില്ല ഡയലോഗ് പോലെ നമ്മളത് ആഘോഷിക്കുക, നമ്മളതിനെ അല്ലേ സെലിബ്രേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക, നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക. ആ സെലിബ്രേഷൻ്റെ ഒരു തലമുറയെന്ന്, ആ തലമുറയോടൊപ്പം നമ്മൾ പോകണമെങ്കിൽ നമ്മളെല്ലാം സെലിബ്രേഷനായിട്ട് കാണണം. അങ്ങനെ കണ്ട എല്ലാവർക്കും അങ്ങനെ കഴിയില്ല കേട്ടോ. കഴിയും. കാര്യം ഇത് ചുറ്റും കൂടാൻ പോകുന്ന കഴിയുമെന്ന് പറഞ്ഞാൽ അജി കെട്ടിയേൽപ്പിക്കുകയാണ്. എല്ലാവരും അങ്ങനെ ആകണമെന്നാണ് ഞാൻ പറഞ്ഞല്ല. കഴിയും എന്ന് പറഞ്ഞത് ഇത് നിൽക്കാൻ പോണില്ല, കാഠിന്യം വർദ്ധിക്കാൻ പോണേ ഉള്ളൂ. ഇപ്പം ഇപ്പോഴേ ശീലിച്ചാൽ അവരവർക്കുള്ള ആ ശീലമാക്കി എടുക്കണം. വേറെ വഴിയില്ലല്ലോ. അല്ലെങ്കിൽ ഈ ജോലി വിടണം, ഇല്ലെങ്കിൽ എല്ലാത്തിലും അടിപൊളിയായിട്ട് സംഭവിക്കണം. ആ ദൈവത്തിന് അറിയുള്ളൂ. എല്ലാ സിനിമയും അടിപൊളിയായിട്ട് ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നൊരു സിനിമയിൽ ഞാൻ ഭാഗമാകാൻ പറ്റുമെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? ഞാൻ എല്ലാത്തിലും നന്നായി ചെയ്യും, ഇവരെ തൃപ്തിപ്പെടുത്തുമെന്ന് എനിക്ക് എന്നെ ഉറപ്പ് പറയാൻ പറ്റും? ആ ചെയ്യുന്ന ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഡയറക്ടറും റൈറ്റേഴ്സും ആ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോക്കസ് ചെയ്യുന്ന വ്യക്തി ഉൾപ്പെടെ വരെ, കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടേഴ്സ് ഉൾപ്പെടെ വരെ ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ പോലത്തെ ഒരു ടീം, അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചിൻ്റെ ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിലെ ചെറിയൊരു താളപ്പിഴ ഒരു വ്യക്തിയുടെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ അതെല്ലാം ഒന്നിച്ച് വന്ന് കിട്ടുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഫ്യൂച്ചർ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ എന്ത് പറഞ്ഞാലും കേൾക്കാൻ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ട് തയ്യാറായിട്ടിരുന്നോ അല്ലേ? ഈ ഇടയ്ക്ക് ഏറ്റവും വലിയ ശരി, ഇപ്പം നമുക്ക് ഇച്ചിരി വിഷമായി, നമ്മൾ കരഞ്ഞു, കുഴപ്പമില്ല, ആരും അറിയാം. ഇപ്പം എന്താണ് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? അങ്ങനെ കരയാറുണ്ടോ? ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടം വരെ ഞാൻ വിശ്വസിച്ചിരുന്നു ആണുങ്ങൾ കരയാൻ പാടില്ല. ഇത് നമ്മളുടെ ഒരു എന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതോ ഒന്നുമല്ല, സിനിമകൾ കണ്ടല്ലോ. പക്ഷെ ഒരു പൊതുബോധം അന്നുണ്ടായിരുന്നു അല്ലേ? ഒരു 80s കിഡ്സ് ആയതുകൊണ്ടും 90s കിഡ്സൊക്കെ ആയതുകൊണ്ടും ആ പൊതുബോധം തെറ്റാണെന്നുള്ളത് വളരെ വൈകി ഞാൻ തിരിച്ചറിഞ്ഞു അല്ലേ? എനിക്ക് തോന്നുന്നു ഈ കുടുംബമുണ്ട്, അജുവിൻ്റെ കുടുംബം നമുക്കറിയാം, നല്ല കുട്ടികളുമായിട്ട് നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട്. കുടുംബം ഇതൊക്കെ കാണുമ്പോൾ എന്താ, വൈഫൊക്കെ എന്താണ് പറയുന്നത്? ഏത് ഈ സിനിമ അവരും വളരെ ബ്ലണ്ടാണ്.
കുട്ടികളെയും ഞാൻ അങ്ങനെ ശീലിപ്പിച്ചേക്കുന്നത്. അവരും എൻ്റെ ഒരു കാര്യം, എൻ്റെത് മാത്രമല്ല, എന്ത് കാര്യത്തെക്കുറിച്ചും സത്യസന്ധമായ അഭിപ്രായം പറയണം. മറ്റുള്ളവരോട് പറയുന്നതിന് രീതികളുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ എല്ലാവരും റിവ്യൂവേഴ്സ് ആക്കാനല്ലല്ലോ ഉദ്ദേശം. അതുകൊണ്ട് പറയുന്നതിനൊരു രീതി കീപ്പ് ചെയ്യണം. നമ്മളൊരു ചായ കൊള്ളൂല എന്ന് നമുക്ക് തോന്നുമ്പം ആ ചായയുടെ ഒരു കുറവിനെ ആ മനുഷ്യനെ ഹേർട്ട് ആവാത്ത രീതിയിൽ തിരുത്തുക എന്നുള്ളതും പറ്റും. എനിക്കിഷ്ടം ആ രീതിയാണ്. ജോലിയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ രീതികൾ. രണ്ട് രീതിയായിട്ട് നമ്മളിപ്പോൾ എല്ലായിടത്തും നമ്മൾക്ക് അവരെ വിഷമിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ. വിഷമിപ്പിച്ച് പോകും, കഴിവതും കുറയ്ക്കുക. അജുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഘട്ടം എല്ലാവർക്കും എനിക്കുണ്ടാകും. ഒരു ഘട്ടം ഉണ്ടായപ്പോൾ അജു അങ്ങനെയല്ല, അജു ധൈര്യമായിട്ട് മുന്നോട്ട് പോയെന്ന് പറഞ്ഞ് ഏറ്റവും അടുത്ത ഒരാളുടെ പേര് പറയാൻ അങ്ങനെ ഒരാളുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരു വിഷമഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസിസിൽ എന്നെ സഹായിച്ച രണ്ട് വ്യക്തികളാണ്. എന്നെ ആദ്യമായി ജോലിക്കെടുത്ത മിസ്റ്റർ മഹേഷ് ബാലകൃഷ്ണനും പിന്നെ എന്നെ സിനിമയിൽ കൊണ്ടുവന്ന വിനീത് ശ്രീനിവാസൻ. ഇവർ രണ്ടുപേരുമാണ് ആ വ്യക്തികൾ. അങ്ങനെ പറയുകയാണെങ്കിൽ സിനിമ ഒരു സ്വപ്നമായിരുന്നു. തീർച്ചയായിട്ടും ആയിരുന്നു. സിനിമയിൽ ഭാഗമാകുക, പ്രവർത്തിക്കുക, ടെക്നീഷ്യനായിട്ട് പ്രവർത്തിക്കുക. നടനല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഒരു കോൺഫിഡൻറ്റ് ആക്ടറല്ല. നമുക്കൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ 10 ഡൗട്ട് മനസ്സിലുണ്ട് ഇപ്പോഴും. അത് ഒരു തരത്തിൽ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ അത് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കൊന്നും ചെയ്തു വെച്ച ഈ കോവിഡിന് ശേഷം ചെയ്തു വെച്ച സിനിമകളെല്ലാം ഓരോന്നെടുത്തു പോയി കഴിഞ്ഞാൽ പല സിനിമകളും, ഞാൻ സിനിമകളുടെ പേരുകൾ ഉപയോഗിക്കുന്നില്ല, പല സിനിമകളും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തു അല്ലേ. അത് പേരെടുക്കപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു. അതാണ് ഞാൻ അജുവിൻ്റെ അടുത്ത് തുടക്കത്തിൽ പറഞ്ഞത്. അജുവിന് അഭിനയിക്കാൻ അറിയില്ലാത്തൊരു കാലഘട്ടവും അഭിനയിക്കാൻ നന്നായിട്ട് വന്ന ഒരു കാലഘട്ടം, ഇപ്പോഴും അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അത് കൃത്യതയോടുകൂടിയാണ് ഇപ്പോൾ നോക്കി പോകുന്നത്. കൃത്യതയോടെയാണോ എന്ന് എനിക്കറിയില്ല. നാളെ കുറേ കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പല ശരികളും തെറ്റുകളാണെന്ന് ചിലപ്പോൾ തിരിച്ചറിയും. അതിനെ അൺലേൺ ചെയ്യേണ്ടി വരും. ഇപ്പം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് മാറ്റങ്ങളെന്ന് ആരോ പറഞ്ഞത് വളരെ കറക്റ്റല്ലേ. എപ്പോഴും മാറ്റങ്ങൾക്ക് റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമാണ്. അതിന് ഞാൻ ശ്രമിക്കാറുണ്ട്. ബേസിക്സ് ആയിട്ടുള്ള ചില ഡ്രസ്സിങ് കംഫേർട്ടോ അല്ലെങ്കിൽ ഭക്ഷണ കംഫേർട്ടോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജോലിയിൽ നമ്മളെപ്പോഴും അഡാപ്റ്റബിളായി മാറുക, റെഡി ആയിട്ടിരിക്കുക, വില്ലിങ് ടു അഡാപ്റ്റ് എന്നുള്ളതുണ്ട്. അത് നാളെ ഇന്നത്തെ പല ശരികൾ എനിക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അത് ട്രോളൊക്കെ ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നാളെ മാറ്റി പറയും. അത് ഇന്നത്തെ ശരികളാണ് അല്ലേ. അതിൽ തന്നെ കടിച്ചു പിടിച്ച് ഇരുന്ന് മാറ്റേണ്ടെന്നാണ് അങ്ങനെ മാറ്റുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പം പൊളിറ്റിക്കലി പൊതുബോധത്തിൽ നമുക്ക്. അതായത് പൊതുബോധത്തിൻ്റെ ഇടയിൽ സമൂഹത്തിൽ ഇപ്പം വരുന്ന ഒരു പൊതുബോധം മാറിയില്ലേ, ഈ വ്യക്തികളെ അവരുടെ രൂപം വെച്ച് കളിയാക്കരുത് എന്നൊക്കെ ഉള്ളത്. ഒരു സമയത്ത് അത് രസമായിരുന്നില്ലേ, നമ്മളൊക്കെ ചെയ്തിട്ടുള്ള. ഇപ്പോഴാണ് പുതിയ തലമുറ എന്നെ എഡ്യൂക്കേറ്റ് ചെയ്തത്. അത് തെറ്റാണ്. അപ്പോൾ അത് മാറ്റണം. അവർക്കറിയാവുന്ന ശരികൾ നമുക്കൊരിക്കലും അവർക്കല്ല ശരി അറിയാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർക്കറിയാവുന്ന ഒരുപാട് ശരികളുണ്ടാവും. ഈ ഇടയ്ക്ക് ഏറ്റവും ട്രോളിൻ്റെ കാര്യം, ഈ ഇടയ്ക്ക് ഒരു വലിയ ചർച്ച ചെയ്യപ്പെട്ട മദ്യപാനം ഉപേക്ഷിച്ചു എന്നുള്ളത് ഇപ്പോഴാണ്. നാളെ ഞാൻ ഇപ്പോൾ പറയുന്നു, നാളെ ചിലപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ അടിക്കുക. എനിക്ക് അങ്ങനെ ജാമ്യം എടുക്കലൊന്നുമല്ല. ഞാൻ അതിൽ നിന്ന് അന്ന് എൻ്റെ ഒരു പോക്കിനെ പ്രഡിക്റ്റ് ചെയ്തു. ഞാനതായി എന്നല്ല പറഞ്ഞു. പക്ഷെ ഇങ്ങനെ പോയാൽ ഞാൻ ആ കാണുന്ന മുരളിയാകും എന്ന് എനിക്കൊരു സിഗ്നൽ കിട്ടി. അതിനെ ഞാനൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ എനിക്ക് നാച്ചുറലി അതിനോട് ഭയങ്കര അഡിക്ഷൻ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല. എനിക്ക് വളരെ ഈസി ആയൊരു പ്രോസസ്സായിരുന്നു വേണ്ടാന്ന് വെച്ചപ്പോൾ. അപ്പോൾ അത് എനിക്കൊന്ന് ആ സമയത്ത് അഴിക്കാൻ നമ്മൾ ഈ പ്രൊഫഷണലിലും കുറച്ചുകൂടി ശ്രദ്ധ ഇടണം എന്ന് തീരുമാനിച്ചു. അപ്പം നാച്ചുറലി അത് നമ്മൾ അറിയാതെ അങ്ങ് എളുപ്പമായി. അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ജാമ്യം എടുക്കലല്ല, എനിക്ക് വേണമെങ്കിൽ അടിക്കാം. എപ്പോഴും നമ്മൾ അതിനെ വർജിക്കുക എന്നുള്ളതല്ല. അത് വളരെ രസകരമായൊരു പരിപാടിയാണ്. എനിക്ക് ഇഷ്ടമാണ് ഇപ്പോഴും അതിൻ്റെ ആ ഒരു നമുക്കുണ്ടാക്കുന്ന ഒരു ഇൻഹിബിഷൻ കട്ട് ചെയ്യുക, നമുക്ക് തോന്നുന്നൊരു ഫ്രീഡം. ഞാൻ പ്രഭാസമായിട്ടാണ് തോന്നാറ്, അത്ര ആരോഗ്യം എനിക്ക്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട് ഓർക്കുമ്പോൾ. പക്ഷെ അത് മറ്റുള്ളവർക്ക് വിഷമമാവരുത്. വിഷമം എന്ന് വെച്ചാൽ അവരെ ഉപദ്രവിച്ചെന്നാണല്ലോ. നമ്മളോട് ഇഷ്ടമുള്ളവർക്ക് വിഷമം വരും. നമ്മൾ
ഈ അൺഹെൽത്തി ആയിട്ടുള്ള, ഒന്നാമത് എനിക്ക് ഭക്ഷണമൊക്കെ അൺഹെൽത്തി എൻ്റെ. അപ്പോൾ ഒരുപാട് അൺഹെൽത്തി ലൈഫ് സ്റ്റൈലുകൾ വരുമ്പം ഒരു എക്സസൈസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ, എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് വെൽ ഡിസിപ്ലിൻ മെറ്റിക്കുലസ് ആയിട്ട് എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഓക്കെ. നമ്മളിത് മാത്രം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഇത് മാത്രം ഫോക്കസ് ചെയ്യുമ്പം പെട്ടെന്ന് ചത്തുപോകുന്നതിൽ വിഷമമുള്ള കുറച്ച് ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലോ, നമ്മുടെ കുടുംബം അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ. അവരെ ഒന്ന് ഓർത്ത് ഒന്ന് മാത്രം. അങ്ങനെയാണല്ലേ. ആ ഒരു ഭയപ്പാട് നമ്മളിൽ അടുത്ത് നിൽക്കുന്നവർ ഒറ്റപ്പെടുമോ? അതായത് അവർ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്, നമുക്കത് ഉപദേശമായിട്ടാണ് തോന്നുന്നത്. അപ്പം ആ ഒരു സിനിമ വന്നപ്പോൾ എനിക്ക് തോന്നി, ശരിയാ ഇവർ പറയുന്നതിൽ കാര്യമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അങ്ങനെ ഈ പെപ്സി കുടിക്കുന്ന ശീലം, അതേപോലെ അതിലും ബോറായിട്ടുള്ള കാര്യമാണ് ഇതേപോലത്തെ ഏരിയേറ്റഡ് ഡ്രിങ്ക്സ്. അത് ഒരു പരിധി വരെ ഇപ്പോഴും എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു പരിധി വരെ. അത് ഇതിലും ഡേഞ്ചറസാണ്. ഇതിലും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചാൽ പറയും അവർ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇവിടെ അവൈലബിളുമാണ്. എന്തൊരു അല്ലേ നമ്മുടെ ചുറ്റും ഒരവസ്ഥ. ഇതൊക്കെ നമുക്ക് കൊണ്ട് കടയിൽ വെച്ച് തരും, ഇതൊക്കെ നല്ല രസമാണ്, എന്നാൽ ഇതൊക്കെ കഴിച്ചാൽ നമ്മൾ ചത്തുപോകും. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ വല്ലാത്തൊരു നമ്മുടെ വിൽ പവർ ചെക്ക് ചെയ്യാനുള്ള ഓരോരോ പരിപാടികൾ. ഈ ധ്യാനുമായിട്ട് നിങ്ങളുടെ ഒരു സൗഹൃദം ഉണ്ടല്ലോ. അതെ, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പറയുന്ന നിങ്ങളുടെ ഒരു സൗഹൃദം. അതോടൊപ്പം ഈ ഇടയ്ക്ക് ധ്യാൻ്റെ ഒരു കൈ ഒടിഞ്ഞപ്പം പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അതേ രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് പരസ്യങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി അല്ലേ? നിങ്ങളുടെ ആ ഒരു കൂട്ടുകെട്ട് ഈ മലയാള ഈ സിനിമാ മേഖലയിൽ എന്തുമാത്രം ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കൊന്ന് ഏറ്റവും സീരിയസ് ആയിട്ട് ജോലിയെ കാണാത്തൊരു കൂട്ടുകെട്ട് ചിലപ്പോൾ ഞങ്ങളുടെ ആയിരിക്കാം. എല്ലാവർക്കും ഞങ്ങളോടുള്ളൊരു മനോഭാവം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവന്മാർക്ക് ഒരു സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്നുള്ളതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാനത് ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു കാര്യം. ഞാൻ ചെയ്യുന്ന ജോലിയാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഞാൻ 24 to 48 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരെ സേവിക്കാൻ വരുന്നത്. നമുക്ക് വേണ്ടി നമ്മളുടെ വീട് വന്ന് തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്തിടുന്ന് പോകുന്ന, അത് കഴിഞ്ഞ് അടുത്ത വീട്ടിലോട്ട് പോകണ പാർട്ട് ടൈം ജോലിക്ക് വരുന്ന ഹൗസ് മെയ്ഡ്സിനെ കണ്ടിട്ടുണ്ട്. എത്രയോ ദൂരം വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിനോടൊപ്പം യാത്രയുണ്ട് ഉറക്കമില്ലാതെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ നാസയിൽ നിന്നും സ്പേസ് എക്സിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്ക് അതൊക്കെ വലിയ ജോലികളാണ്, ഭയങ്കര പാടുള്ള ജോലികളാണ്. അതിനോടൊപ്പം പാടുള്ള ഒരു തൊഴിൽ ഞാനും ചെയ്യുന്നു. അപ്പം തിരിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഏറ്റവും ലോകത്തെ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ അറ്റൻഷൻ അർഹിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് ഗ്രേറ്റ് ആക്ടേഴ്സ് ഉണ്ടാവാം, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ തോന്നൽ എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ ഒരു ഭയങ്കര ഉത്തരവാദിത്തത്തോടെ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും അത് തെറ്റിപ്പോകുന്നത്. എനിക്ക് ഭയങ്കര പ്ലാനൊക്കെ ചെയ്ത് അതിനെ ആ എക്സ്റ്റംബറിൽ വിട്ട് ഇപ്പം എന്ത് ചെയ്യണം നോക്കിയാൽ അപ്പം ആ ബുദ്ധിക്ക് ആ അപ്പോഴത്തെ തോന്നലിനും ചെയ്യുന്നതായിരിക്കണം എനിക്കിണങ്ങുന്നത്. ഇപ്പം നേരത്തെ ഒരു സീനിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്ന് ചെയ്യാൻ എനിക്ക് ശ്രമിക്കാൻ പറ്റിയിട്ടുമില്ല. ശ്രമിക്കാൻ നോക്കിയപ്പോഴൊക്കെ എനിക്കത് ഏച്ചുകെട്ടലായിട്ടും ഇണങ്ങാത്തതായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എൻ്റെ ആഗ്രഹം അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു നടനാവണം. നാളത്തെ ഒരു സീൻ വായിച്ച് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലിട്ടൊന്ന് ഫീൽ ചെയ്ത് അതിനെക്കുറിച്ച് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ചിന്തിക്കുന്നതിനേക്കാളും എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാവാൻ പറ്റിയാൽ അത് ഭാഗ്യം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും അവരിൽ ഡിപ്പെൻഡഡാണ്. അവരെന്ത് ചെയ്യാൻ പറയുന്നു, അവരെന്ത് എന്നിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതേ സ്ക്രീനിൽ കാണാറുള്ളൂ. നിങ്ങൾ രണ്ടും കൂടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഫോണിലാണെങ്കിൽ ധ്യാനും അജുവും ഓരോ കാര്യങ്ങളും സംസാരം ഉണ്ടാവുമല്ലോ, അതിൽ ഉപദേശിക്കുന്നത് കൂടുതൽ ആരായിരിക്കും? ഇപ്പം അവനാ ഉപദേശം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇപ്പോൾ അദ്ദേഹത്തിനല്ലേ. വർഷാവർഷം 10, 20, 15, 30 ഒക്കെ സിനിമകളിൽ അഭിനയിച്ച് ഇപ്പോഴത്തെ ട്രെൻഡിനോടൊപ്പം സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂ എല്ലാം കൊണ്ടും പിന്നെ അദ്ദേഹം നന്നായി എല്ലാം ചുറ്റുപാടുകൾ മനസ്സിലാക്കുന്നതും വളരെ അപ് ടു ഡേറ്റുമാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എല്ലാ കാര്യത്തെക്കുറിച്ചും. ഇപ്പോൾ തമാശ ഒരു ഇൻ്റർവ്യൂ നോക്കിയിട്ടല്ലേ പുള്ളി സംസാരിക്കുന്നത്, ചേട്ടാ ശ്രദ്ധിച്ചിട്ടില്ലേ?
ഇപ്പോൾ ചേട്ടനോടൊക്കെ ഇരിക്കുമ്പോൾ തമാശ, ചിലയിടത്തുനിന്ന് കാര്യവും പറഞ്ഞു, ചിലയിടത്ത് വന്നു കഴിഞ്ഞാൽ ഫുൾ ട്രോൾ അല്ലേ, ആ രീതിക്കല്ലേ പുള്ളി പോകാറുള്ളൂ. അപ്പോൾ പുള്ളിക്ക് സെൻസുള്ള ആളാണ്. ഞങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി ഞങ്ങളൊരു സിനിമ അഭിനയിക്കാൻ ഒരു സെറ്റിലപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആണ് ഭയങ്കര രസമുള്ള ട്രോൾ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് കണ്ട് എൻജോയ് ചെയ്തത്. അത് ഭയങ്കര രസമുള്ള. അല്ല, വർഷങ്ങൾക്ക് ശേഷം സിനിമ കഴിഞ്ഞിട്ട് ധ്യാനിൻ്റെ ഇൻ്റർവ്യൂസ് പറഞ്ഞ ആ സിനിമയെക്കുറിച്ച്, ആ സിനിമയെ ഏറ്റവും കൂടുതൽ കൊന്നത് ധ്യാനാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതിനുശേഷം അതെ, അത്ര ഒരു രീതി ധ്യാനിൽ അന്ന് ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ സതയ്ക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ സതയ്ക്ക് VS വിളിച്ച് പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് വിളിച്ച് പറയണം. കാര്യം അതിനോട് യോജിക്കാത്തൊരു ബഹുഭൂരിപക്ഷം ഉണ്ട്. അവരാണല്ലോ തിയേറ്ററിൽ വന്ന് ഇത് വിശാഖന് ഈ പറഞ്ഞ കളക്ഷൻ കിട്ടിയത്. അതെ അതെ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഫസ്റ്റ് 3 ദിവസം വരുന്നത് ഇപ്പോൾ യുവതലമുറയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇനി ഇതെടുത്തത് വേറൊരു തലമുറയ്ക്ക് വേണ്ടിയാണ്. ഒരു 35+, മേ ബി ഒരു 40+, കൂടുതലും കണക്ട് ആവുന്ന അവർക്കായിരിക്കാം. പണ്ടൊരു സൗഹൃദം ഉണ്ടായിരുന്ന ഇന്ന് ആ സുഹൃത്തിനായിട്ട് വീണ്ടും കണക്ട് ആവണമെങ്കിൽ ഒരു ഏജ് വരണം, അവർക്കായിരിക്കും ചിലപ്പോൾ അത് കണക്ട് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പം അവരൊന്നും ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ടുള്ളവരോ ഇൻസ്റ്റയിൽ ആക്റ്റീവായിട്ടുള്ളവരോ ആവില്ല. അതായത് അവർക്ക് ആ സിനിമ കൊണ്ട് എഴുതി പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് കളക്ഷൻ വരുന്നത്. ഞാൻ ഫേക്ക് ചെയ്ത് പറയുന്നൊരു കാര്യമില്ലല്ലോ കളക്ഷൻ. അപ്പം ആ ക്രൗഡ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രോൾ ചെയ്തതും ഇത് കണക്റ്റ് ആവാത്തവരുടെയും ജസ്റ്റിഫിക്കേഷനെ നമുക്ക് തിരിച്ച് പറയാൻ ഒരു ആധാരമില്ല അല്ലേ, ഒരു തെളിവില്ല. അപ്പോൾ പിന്നെ സദ വന്ന ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ എനിക്ക് ഞാൻ വിളിച്ചിട്ട് ഇതാ പറഞ്ഞത്, ഇന്ന് എനിക്ക് VS വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു? ചിരിച്ചു. ചിരിയിൽ ഒതുക്കും. ചിരിച്ചു. അല്ല, പിന്നെ എനിക്കൊന്ന് പുള്ളി പറയുന്നതിനെ ആ തമാശ മൂഡിനാണ് എല്ലാവരും കാണുന്നതും. സീരിയസ് ആയിട്ട് പുള്ളിക്ക് കിട്ടിയേക്കുന്ന ഒരു ഫ്രീഡവും ലൈസൻസുമാണ്, അതെല്ലാവർക്കും കിട്ടില്ല. തലകുത്തി പരിശ്രമിച്ചാലും ആ ഇരിപ്പിടം കിട്ടില്ല. ഞാനൊന്ന് സീരിയസ് ആയിട്ട് വന്നത് എൻ്റെ അടുത്താണ്, നമ്മൾ പത്രസമ്മേളനം നടത്തുമ്പോൾ. അന്ന് അല്ല, അതൊക്കെ പുള്ളിയുടെ ഒരു ഷെയ്ഡ്സ് ഓഫ് ഇത്. ഏതൊരു കോളേജ് ഇനാഗ്രേഷന് പോയിട്ട് ഇൻ്റർവ്യൂ മൈക്കിൽ പറയുന്നത് ഞാൻ കേട്ടതാ, എൻ്റെ സിനിമ കണ്ടില്ലെങ്കിൽ. എൻ്റെ സിനിമ കണ്ടല്ല നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത്, എൻ്റെ ഇൻ്റർവ്യൂ കണ്ടാണ്. നാളെയും നല്ല സിനിമകളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുമെന്ന് ഞാൻ വാക്ക് പറയില്ല, പക്ഷെ നല്ല ഇൻ്റർവ്യൂ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കും. അതിന് അവിടെ ഭയങ്കര കൈയടിയായിരുന്നു. ഷാഫി പറമ്പിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു നടനോ ഒരു വ്യക്തിയോ എന്ന് പറയുകയാണ് ഇത്രയും ഓപ്പണായിട്ട് പറഞ്ഞ് അതിന് കൈയടിയും ആക്സെപ്റ്റൻസ് കിട്ടിയാൽ നാളെ അയാൾ എന്ത് സിനിമയും ചെയ്യാൻ ഇവിടെ ലൈസൻസ്ഡ് ആവുന്നൊരു പ്ലസ്സും ഉണ്ട്. ധ്യാൻ്റെ നല്ല ചോയ്സുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ധ്യാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സപ്പോർട്ട് ഹ്യൂജ് ആയിരിക്കും. ധ്യാനിപ്പോൾ ചൂസ് ചെയ്ത് ഞാൻ നല്ലത് മാത്രം, എൻ്റെ കഴിവിനനുസരിച്ച് നല്ലത് മാത്രം ചൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പ്ലസ്സായി മാറില്ലേ? അതെ 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 അതെ, അത് ഉറപ്പാണ്. വർഷങ്ങൾക്ക് ശേഷം അയാളുടെ ഏറ്റവും മനോഹരമായ ക്യാരക്ടറല്ലേ? തീർച്ചയായിട്ടും. ഈ ഇരുന്ന് പറഞ്ഞതൊക്കെ ട്രോളൊക്കെ പറഞ്ഞിട്ടും അയാളുടെ ഏറ്റവും നല്ലൊരു ഏറ്റവും ഫൈനായിട്ട് അഭിനയിച്ചൊരു പടം. അല്ല, ജോണി ചേട്ടൻ അന്ന് നമ്മളെടുത്ത് ഇന്റർവ്യൂ പുതപ്പ് വെച്ച് ധ്യാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഈ സിനിമയായിരിക്കും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു സിനിമ. അവനെ പറ്റും അത്. അവൻ ഡയറക്റ്റ് ചെയ്ത ലവ് ആക്ഷൻ, അവൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ വളരെ മോശം. അത് അങ്ങനെ ഒരു പീസിനെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറയാൻ ആർക്ക് കഴിയും? ഇൻസെക്യൂർ അല്ല, അതല്ല ഏറ്റവും വലിയ അതിൻ്റെ ഭംഗി. എന്ത് ചെയ്താലും എനിക്ക് ആരോഗ്യമുള്ള കാലം, എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ജോലിയും ചെയ്യാൻ, അതിപ്പോൾ എന്ത് ജോലി, ഒരു ജോലി എടുത്തു പറയുന്നില്ല, ഇപ്പോൾ ചെയ്യാൻ മനസ്സുള്ളവർക്ക് അത് പറയാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമൊക്കെ ഉള്ളവർക്കാണ് പ്രശ്നമുള്ളൂ. അയാൾക്ക് ആ ഭയമില്ല. ഭയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം അജു വേറൊരു മേഖലയിലൂടെ കയറി ഗായകനായി, പിന്നണി ഗായകനായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സോങ്ങിലേക്ക് എത്താനുള്ള ഒരു സിംഗർ എന്ന നിലയിലേക്ക് വരാൻ കഴിഞ്ഞ? എങ്ങനെ ഗായകൻ എന്ന് പറഞ്ഞാൽ ചേട്ടന് ട്രോള് വരും, അതുകൊണ്ട് ഞാൻ തങ്ങളെ സേഫ് ആക്കാം. പാട്ട് ഞാൻ പറയുന്നത് പാട്ട് പറഞ്ഞു എന്നാ, പാട്ട് പാടിയെന്നല്ല. ഹിറ്റ് അടിക്കുന്ന കാലം ഞാൻ ഇവൻറ്റ്ഫുൾ ആണല്ലോ ഈ കാലം. ഇപ്പോഴത്തെ ജനറേഷൻ ഇവൻറ്റ്ഫുൾ ആക്കിയാൽ മതി. നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞില്ലേ, നമ്മളിപ്പം ടോയ്ലറ്റിൽ പോവാണെങ്കിലും പാട്ടൊക്കെ വെച്ച് ഒരു ബാൻഡൊക്കെ വെച്ച് ഇവൻറ്റ്ഫുൾ ആക്കുക, മനസ്സിലായോ? ആഘോഷം. അപ്പോൾ ആ പാട്ടിനൊരു ആഘോഷ മൂഡാണ് സിനിമയിൽ വരുന്നത്. രാജുവേട്ടൻ്റെ എൻട്രി, ബേസിലിൻ്റെ കൺഫ്യൂഷൻ, രാജുവേട്ടൻ്റെ ഹൈ സ്പീഡ് സ്ലോ മോഷനിൽ വരുമ്പം നമ്മൾ ഈ പാട്ടും കൂടെ വന്നപ്പോൾ വിപിൻ ദാസിൻ്റെ ആ ഒരു റീഡിങ് കറക്റ്റാണ്. അപ്പോൾ എന്തു പറ്റി, പാട്ട് സിനിമയ്ക്ക് മുന്നേ അതിന് അത്യാവശ്യം ഒരു താല്പര്യമൊക്കെ തോന്നി. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ബ്യൂട്ടി അതിനെ എൻഹാൻസ് ചെയ്തു.
അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ ബ്ലോക്ക് ബസ്റ്ററാണ്. ബേസിൽ രാജുവേട്ടൻ്റെയും ബേസിലിൻ്റെയും സിനിമയാണ്. എല്ലാ കുടുംബങ്ങളും കണ്ട് ചിരിച്ച് അതിന് എതിരഭിപ്രായമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കണ്ടപ്പോൾ ഈ പാട്ട് അവരുടെയൊക്കെ മനസ്സിൽ കയറി. നാച്ചുറലി അവർ യൂട്യൂബിൽ അല്ലെങ്കിൽ അവരോട് പോയി കുട്ടികൾ, എസ്പെഷ്യലി ഞാൻ പറയുന്ന ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് എവിടെയോ ഒന്ന് ക്യാച്ച് ചെയ്തു. അത് അങ്കിത് മേനോൻ്റെ കഴിവ്, മ്യൂസിക് ഉണ്ടാക്കിയ വ്യക്തിയുടെ. വിനായകൻ്റെ കഴിവ്, ആ ലിറിക്സ് ആ കുട്ടികൾക്ക് ഇണങ്ങുന്ന രീതിയിൽ പ്ലേസ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി നമുക്കതിൻ്റെ ഈ വാഴയും നനയുമ്പോൾ ചീരയും കൂടെ നനയുന്ന ഒരു എഫക്റ്റ്. യെസ്. അതിനുശേഷമല്ലേ ഭരതനാട്യത്തിൽ അത് കണ്ടിട്ടാണ് സാമുവൽ പാടാൻ വിളിച്ചത്. അത് ശബരീഷിനോടൊപ്പം. എനിക്കെന്താ അറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ വിളിക്കുമ്പോൾ പോകാൻ. കാര്യം നമുക്ക് ഒട്ടും അറിയാത്തൊരു ജോലി ചെയ്യാൻ ഒരു പേടിയില്ലല്ലോ, അല്ലേ? ഒരു ഭയപ്പാടുമില്ല അല്ലേ? നമുക്കറിയത്തില്ലാത്തൊരു ജോലി എന്തെങ്കിലും പറയുമെന്നുള്ളൊരു ഭയമില്ല. ഞാൻ വാങ്ങാൻ റെഡിയല്ലേ. അതുകൊണ്ട് എന്താ അജു ഇങ്ങനെയൊക്കെ റെഡി ആയിട്ട് ഇവന്റ്ഫുൾ ആക്കൂ നമ്മൾ. കാരണം ജീവിതം ഇവന്റ് ആക്കുക. അതന്നെ ഇവന്റ്ഫുൾ ആക്കൂ. നമുക്ക് അങ്ങനെ ഒരു അവസരം അവർക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. അപ്പൊ നല്ല പറയാനാണെങ്കിൽ മോശം പറയാനാണെങ്കിൽ സ്റ്റേജിൽ കയറി പാടാൻ തൻ്റെ അവിടെ ഉണ്ടാവും. ഇല്ല, ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. ഈ പാട്ടുകളൊന്നും ഞാൻ പുറത്ത് പാടില്ല എന്നുള്ളതാണ് ആ പാട്ടുകൾ നിങ്ങൾക്ക് ഇന്നും ഇഷ്ടപ്പെടാൻ കാരണം. ഞാൻ എന്ന് അത് ഒരു ഇൻ്റർവ്യൂവിലോ സ്റ്റേജിലോ പാടുന്നു, അന്ന് ആ പാട്ട് ഡിസ്കണക്റ്റ് ആയി പോകും. അതുകൊണ്ട് ഒരിക്കലും സ്റ്റേജിൽ ഒരിക്കലും പാടില്ല. വേറെ വല്ല പാട്ട് പാടിയാൽ പിന്നെയും കുഴപ്പമില്ല. ആളുകൾ ഇഷ്ടപ്പെട്ട പാട്ട് പാടില്ല. നോ, സ്റ്റേജിലും അതിനെ കൊല്ലുന്ന പോലെയാണ്. ഒന്നിലും പാടില്ല. അത് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് അല്ലേ? അതെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാജിക് സംഭവിച്ച് എനിക്ക് പാട്ട് പാടാനുള്ള കഴിവൊക്കെ ശരിക്കും വന്നു എന്ന് എനിക്ക് തോന്നിയ അപ്പൊ പാടും. അങ്ങനെ വരില്ലല്ലോ. 2025 പോവുകയാണ്. കുറെ സ്വപ്നങ്ങൾ കാണും അല്ലേ? പ്ലാനിങ്ങളൊന്നുമില്ല. പ്ലാനിങ് ഒന്നുമില്ല. അത് എനിക്ക് കോവിഡിന് മുന്നേ 2020 ശേഷം ഞാൻ ആ പരിപാടി വിട്ടു. പ്ലാൻസ് നടക്കാതെ പോയി അല്ലേ? ഒത്തിരി സ്വപ്നങ്ങൾ. കോവിഡ് വന്ന വർഷമല്ലേ, അതുകൊണ്ട് ഹ്യൂജ് ലേണിംഗ് അല്ലായിരുന്നു. ഈ പ്ലാനുകൾക്കും ഇതിനൊന്നും വലിയ ഉറപ്പില്ലാന്ന്. പ്ലാൻസ് എക്സിക്യൂട്ടായി കിട്ടുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എനിക്കത് വളരെ സിമ്പിളായിട്ട് ഇപ്പം ഞാൻ കൊതിച്ചിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ളതൊക്കെ ഈശ്വരൻ തന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ അഭിനയിക്കണം, ലാൽ സാറിൻ്റെ കൂടെ സിനിമ അഭിനയിക്കണം എന്നൊക്കെ ഉള്ള നമ്മുടെ ഒരു കൊതിയുടെ ഭാഗത്തിൽ വരുന്നതല്ലേ. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഒന്നും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് തന്നെ എനിക്ക് താല്പര്യം. 2005 ഒരു പ്ലാനിങ്ങും ഇല്ല നമുക്ക്. എന്താണ് എൻ്റെ ജോലി ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്കാണ്. ആ ജോലി സംവിധായകർക്കും പ്രേക്ഷകർക്കും തൃപ്തിയാവുന്ന വരെ എൻ്റെ ആരോഗ്യത്തിന് പറ്റുന്നതിൽ ബെസ്റ്റ് ആയിട്ട് എന്നീന്ന് കൊടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ സിനിമ ചെയ്യാനുള്ള ആഗ്രഹമില്ലേ? അതുമില്ല. കൂടുതൽ സിനിമ എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എല്ലാ ക്യാരക്ടറും വരുന്നത് നല്ലതാണെങ്കിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് ഏതൊരു ആക്ടർക്കും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, അത് ചെയ്തത് കൊണ്ട് കാര്യമില്ല, നീതി പുലർത്തണം. അതൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഉത്തരവാദിത്വമല്ല, അത് എനിക്ക് തോന്നുന്നു എൻ്റെ ജോലിയാണ്. നീതി പുലർത്തണം എന്ന് പറയുമ്പോൾ നീതി പുലർത്താത്ത ഒത്തിരി പേരുണ്ടെന്നാണോ എൻ്റെ ഒരു? അല്ല, ഞാൻ പുലർത്താതിരുന്നിട്ടുണ്ട്. ഞാൻ ഡയറക്ടർക്കും അല്ലെങ്കിൽ അവിടെ പേരിന് ആ ജോലി തീർത്തിട്ടുള്ള സിനിമകൾ ഉണ്ടാവാം. നമുക്ക് പൂർണ്ണമായിട്ടൊരു സിനിമയോട് ഇപ്പോൾ മാനസികമായി കണക്ട് തോന്നണമെന്നില്ല. അങ്ങനെയുള്ള സിനിമകൾ പണ്ട് ചെയ്തപ്പോഴൊക്കെ നീതി പുലർത്താതിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കില്ല ആ സമയത്ത് കയറി പോയിട്ടുണ്ടാവും ചില വേഷങ്ങൾ. മമ്മൂക്കാൻ ഈ ഇടയ്ക്കൊന്ന് കളിയാക്കിയോ? കളിയാക്കിയതില്ല, എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി. വന്നില്ലല്ലോ എനിക്ക് തോന്നി അജുവൊക്കെ ഇത്രയും വളർന്നു മമ്മൂക്കാനെ കളിയാക്കാൻ. മമ്മൂക്കാടെ ഒരു വീഡിയോ മൊബൈലിൽ എടുത്തിച്ച് അഭിനയിക്കും, മമ്മൂക്കാക്ക് അഭിനയിച്ച പോലെ അഭിനയിച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയ പാട്ട് സീനൊക്കെ കാണിച്ച്. എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയായി എനിക്ക് തോന്നിയത്. അതൊരു പുതിയ ഒരു വേർഷനാണ്. പക്ഷേ ഈ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് വേറെ ആര് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരം പറയാം. അതായത് ഞങ്ങളവിടെ സിനിമാ ചർച്ചകളിലായിട്ട് ചന്തു ഭഗത്തിൻ്റെ ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷം ഇരിക്കുന്ന സമയത്ത് എന്തോ ഈ സീൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് എത്രയോ വർഷങ്ങളായിട്ട്. കാര്യം ഭയങ്കര റൊമാൻറ്റിക് പെർഫോമൻസ്, അത് ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് അത്. അപ്പോൾ ആ സംഭവം ഒക്കെ അപ്പം ഈ പറഞ്ഞ പോലെ തർക്കം വന്നു, നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചാലഞ്ച് വന്നു. അപ്പം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശ്രമിക്കുമല്ലോ. ആ ശ്രമമായിരുന്നു അത്, അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കളിയാക്കാനൊന്നും പോയതില്ല. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ചുമ്മാ ശ്രമിക്കുമ്പോൾ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ പറ്റുന്നത്.
പക്ഷേ അതിൻ്റെ എൻ്റെ ദുരന്തമായിരുന്നു. തോറ്റുപോയി. ഞാൻ അത് തോറ്റാൽ എനിക്ക് കുഴപ്പമില്ല, തോൽക്കുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് ചന്തു എടുത്ത് ഇടുന്ന് ഞാൻ വിചാരിച്ചില്ല. ചന്തു അത് ഈ 14 വർഷത്തിൻ്റെ ഇത് വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ടു. പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ കാര്യം എനിക്ക് പറയാമല്ലോ അജു. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാതെ അജുവിന് മാത്രം പറയാമെങ്കിൽ എനിക്ക് ഞാൻ മമ്മൂക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു. മമ്മൂക്കാനെ കളിയാക്കിയല്ലോ എനിക്ക് തോന്നുന്നു. എനിക്ക് ചോദിക്കാതെ ധൈര്യമായിട്ട് ചോദിച്ചു. അതാ ഞാൻ ചോദിച്ചു. അജുന് അതിനകത്ത് ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യമല്ല. ഞാൻ പറഞ്ഞു ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുമന്ന കളറാന്ന് തോന്നേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല അജു പറഞ്ഞു. അജു ഞാനത് എന്റെ വീട്ടിലിരുന്ന് കണ്ടു. ഞാൻ കാണുമ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നത് മമ്മൂക്കാടെ എക്സ്പ്രഷൻ ഒന്നുമില്ല പിടിക്കണം. അപ്പൊ മമ്മൂക്കാനെ കളിയാക്കുന്നില്ല. എനിക്ക് തോന്നിയില്ല എന്താ തെറ്റ്. തെറ്റൊന്നും ചോദ്യം അജുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ടായി. ഇത് പല ചർച്ചകളും നമ്മൾ ഇതേപോലത്തെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്തപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ഹെൽത്തി രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയതൊക്കെയാണ്. പക്ഷേ ഈ ചോദ്യം വളരെ അപ്രസക്തമാവും അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് അതിന് വേറൊരു മാനം കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിന് ആവശ്യമില്ലല്ലോ. അത് നല്ലതെന്ന് എനിക്ക് തോന്നിയാലേ മാനം കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഭൂരിപക്ഷം പേർക്ക് തോന്നിയെങ്കിൽ ഞാൻ അതിനോട് പെടുത്തോളാം. വേറെ ചോദ്യങ്ങളിലോട്ട് വരുമ്പോൾ അതല്ല, ഒരു കാര്യം പറയുമ്പോൾ അത് അജു പറഞ്ഞാൽ അതിന്റെ വേറെ രീതിക്ക് എടുക്കുക. അല്ലല്ല, കാര്യം പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ സംഭവം ചെയ്തതിൻ്റെ എഫക്റ്റ് ഓക്കെ, അത് ഞാൻ ചേട്ടൻ പറഞ്ഞത് ഭയന്നിരുന്നു. ഇവൻ ഇത് ഇട്ടു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞപ്പം കാര്യം വളരെ പേഴ്സണലായിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇത് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഒഫെൻസീവായിട്ട് തോന്നുമോ ചോദിച്ചു. ഇല്ല ഏട്ടാ, ഞങ്ങളത് എൻജോയ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു ശരി പിന്നെ ഇട്ടോ, ഇതിപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ, ടിക്ടോക്ക് ഉള്ളത് ചെയ്യുന്നത് അതുപോലെ ഉള്ളൂ. പക്ഷേ അതിനെ വേറൊരു ആംഗിളിൽ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പം അത് താങ്കൾക്ക് മാത്രം അങ്ങനെ തോന്നണമെങ്കിൽ എനിക്ക് തോന്നി. എനിക്ക് തോന്നിയത് അതിപ്പം എന്ത് ചെയ്യാൻ? അപ്പം നമ്മളുടെ ചിന്ത ഒരേപോലെ ആണെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയും ചിന്തിക്കാൻ പറ്റില്ല. അജുന് തോന്നിയെന്ന് എന്തായാലും പറഞ്ഞല്ലോ. എനിക്കങ്ങനെ തോന്നി, അങ്ങനെ ഇട്ട് തന്നെ പ്രശ്നം ഉണ്ടാവുന്നു. പ്രശ്നം എന്നല്ല ഞാൻ പറയുന്നത്, അത് ഇൻസൾട്ട് ചെയ്യുവോ എന്നുള്ളത് എനിക്കങ്ങനെ തോന്നി. ഞാൻ ഓപ്പണായിട്ട് ചോദിക്കും. നിങ്ങൾ ഓപ്പണായിട്ട് ചോദിച്ചു. അതിപ്പോൾ ഏതായാലും ആ ചോദ്യത്തിൻ്റെ രീതി, ആ ധ്വനിയോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. കാര്യം അതെന്തോ ഞാൻ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ. ഞാൻ കണ്ടുപിടിച്ചിട്ടല്ല വന്നത്. അങ്ങനെ തന്നെ അജു തന്നെ ആ ഒരു കളിയാക്കുന്ന രീതിയിൽ എനിക്കെന്താ കളിയാക്കൂടാതെ എൻ്റെ സ്വാതന്ത്ര്യമല്ലേ? അപ്പം എൻ്റെ ചോദ്യം എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ സമ്മതിച്ചിരുന്നല്ലോ. പക്ഷെ എന്ന് വെച്ചാൽ ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം മനസ്സിലായല്ലോ, അതനുസരിച്ച് ഞാൻ ചോദിച്ചോളാം. അല്ല, ഉത്തരം പറഞ്ഞോളാം. എന്തേ? അല്ല, പെട്ടെന്ന് മാറുന്നു കേട്ടോ. അല്ലല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ. അപ്പം ചേട്ടനപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന രീതിയിൽ ഉത്തരങ്ങൾ വേണം എന്നുള്ള ചേട്ടൻ്റെ ഒരു ആശയത്തിൽ നിന്ന് അല്ല, അങ്ങനെ ചിന്താഗതിയൊന്നും എനിക്കില്ല. അങ്ങനെ ചിന്താഗതിയൊന്നുമില്ല. അല്ല, അജു പെട്ടെന്ന് അജുവിൻ്റെ സംസാര രീതി തന്നെ മാറി പെട്ടെന്ന്. അത് എനിക്ക് മാറാൻ തോന്നി. ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു അർത്ഥം. സിമ്പിളാണ്. നിങ്ങളെന്ന് ഞാൻ തിരുത്തുന്നു, താങ്കളിൽ നിന്ന് പോരെ. അത്രയ്ക്ക് അകൽച്ചയായോ പെട്ടെന്ന്? അതല്ല, നിങ്ങളെന്നും താരെന്നൊക്കെ വിളിക്കാൻ ഡൈ അടിച്ച് നടക്കുന്നതുകൊണ്ട് എനിക്കറിയാലോ യഥാർത്ഥ പ്രായം. അപ്പം ഞാനത് ആൾക്കാർ വിചാരിക്കും ഞാൻ എന്താ പറയുക ബഹുമാനിക്കാതിരുന്നു എന്ന്, പ്രായത്തെ, എക്സ്പീരിയൻസിനെ. അത് ഞാൻ നാച്ചുറലി ചെയ്യാവുന്ന ആളല്ല. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ ബഹുമാനം കൊടുക്കുന്ന ആളാണ്. ഇതൊക്കെയാണ് അജുവിന് ചിലപ്പോൾ അഹങ്കാരം എന്ന് ആളുകൾ പറയുന്നത്. അതിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏട്ടാ. എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? എൻ്റെ കൂടെ ഇടപെട്ടൊരു വ്യക്തിക്കോ എൻ്റെ കൂടെ സംസാരിച്ചൊരു വ്യക്തിക്കോ അല്ലാതെ എന്നെ ദൂരെ നിന്ന് കാണുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു കാഴ്ചപ്പാടിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏട്ടാ. പറ്റുമോ? പറ്റില്ലായിരിക്കും. അതെൻ്റെ വിധി. ഈ ചോദ്യം നിങ്ങളുടെ ഈ ഒരു അതിലോട്ടുള്ള ഡൈവേർഷൻ എൻ്റെ വിധി. അത് നിങ്ങളോട് തന്നെ അത് വന്നിരുന്ന് നമ്മൾ വളരെ രസകരമായി തുടങ്ങിയിട്ട് അതിലോട്ട് എന്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ പിൻവലിക്കുന്നില്ല. ചോദ്യം ഞാൻ ഇതുപോലെ കാണിക്കുകയും ചെയ്യും. അല്ല, എന്ത് വന്നാലും വേണ്ടില്ല. അപ്പൊ അതിനകത്ത് പറ്റേ അജു പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞ എന്താണെന്ന് പ്രേക്ഷകർ വിധി എഴുതട്ടെ. പ്രേക്ഷകർ വിധി എഴുതുന്നതല്ല, എനിക്കിപ്പോ ഒരു വിധി എഴുത്ത് ഞാൻ മനസ്സിൽ നടത്തിയിട്ടുണ്ട് എന്നെ കുറിച്ച്. തീർച്ചയായിട്ടും. ഇനി ഒരു സിനിമ ലൊക്കേഷനിലാണ് നമ്മൾ ഇരിക്കുന്നു അല്ലേ? തൊടുപുഴ സിനിമ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. ഞാൻ അത് വിട്ട് നമുക്ക് സിനിമയുടെ കഥയിലേക്ക് തന്നെ പോകാം. ഈ സിനിമയിലും കൂടെ ഒന്ന് യാത്ര ചെയ്യാം. ഇപ്പൊ പുതിയ സിനിമയാണ് അല്ലേ? ഐഡന്റിറ്റിയാണ് ഇനി ഇറങ്ങാനുള്ള സിനിമ. ജാനിൽ ടൊവിനോ, തൃഷ, വിനയ് റായ്, ഇവർ 3 പേരുമാണ് ചെയ്യുന്നത്. അഖിൽ പോൾ
ഡയറക്റ്റ് ചെയ്യുന്നു, അനസ് ഖാനും ചേർന്ന്. ഇതാണ് ഇറങ്ങാനുള്ള സിനിമ. ലൊക്കേഷനിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന സിനിമ ജാഫർ ഇടുക്കി. ജാഫർക്ക് ഈ സെറ്റിൽ അത് പറഞ്ഞേ. ജാഫർക്ക് എന്നോട്, ജാഫർക്കയോടൊപ്പം ഷാജോൺ ചേട്ടൻ, പുതിയൊരു ആക്ട്രസ്സാണ് താര എന്നും പറഞ്ഞിട്ട്. സിനിമയുടെ പേര് ആമോസ് അലക്സാണ്ടർ. എന്തോ ഒരു സന്തോഷക്കുറവ്. അത് നന്നായി കൊണ്ടുവന്ന് തോന്നി. മുഖത്ത് നന്നായി ഉണ്ട്, മുഖത്ത് നന്നായിട്ടുണ്ട് വിഷമം. അല്ല അത് നമുക്ക് നോക്കാം. അല്ല റിലീസ് ആയി കഴിഞ്ഞിട്ട് നിന്റെ മുഖത്തെ വിഷമം ഞാൻ കാണിച്ചു തരാന്ന ഇപ്പൊ അത് തന്നെ ഞാൻ ചിന്തിച്ചു. ഇതിലെ തൊഴിലക്കാരാണ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും. പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ ഡയറക്ടറിന്റെ പേര് അജയ്, സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ പേര് പ്രശാന്ത്, മ്യൂസിക് ഡയറക്ടറിന്റെ പേര് മിനി ബോയ്, കോട്ടയംകാരൻ. പ്രൊഡ്യൂസറിന്റെ പേര് അഷ്റഫ്. അദ്ദേഹത്തിന്റെ ആറാമത്തെ സിനിമ എന്നാണ് അറിയാം. അപ്പൊ ആ ഒരു സിനിമ ലൊക്കേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, ഇനി ഒരു കാര്യം ചോദിക്കണ്ട. എന്താണ്? താരസംഘടന അമ്മയുടെ താരസംഘടന അമ്മയുടെ ഞാൻ ടാർസന്റെ അമ്മയുടെ ഞാൻ അങ്ങനെയൊക്കെ കേൾക്കുമല്ലോ. താരസംഘടന അമ്മയുടെ നിങ്ങളുടെ ചോദ്യമായിട്ട് പറയാനും പറ്റില്ലല്ലോ. ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു താങ്കൾ അല്ലേ? താങ്കൾ ഇരുന്നൊരു കാലം താങ്കളുടെ ചോദ്യമായിട്ട് പറയാനും പറ്റില്ലല്ലോ. ഐ എം സോറി, ഞാൻ തന്നെ എൻ്റെ സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ട് ചെയ്തു. എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന കാലഘട്ടം ഉണ്ടാകും. ഇപ്പം താരസംഘടന അമ്മ സംഘടന മൊത്തം പിരിച്ചുവിട്ട് അടവ് കമ്മിറ്റി പോന്നു. ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പോൾ ഹേമ കമ്മിറ്റി വിഷയം വന്നിട്ട് താരസംഘടനയ്ക്ക് വലിയൊരു എന്താണ് മൊത്തത്തിലൊരു ഇടിവ് സംഭവിച്ചു. വീണ്ടും ആർജവത്തോടുകൂടി ശക്തിയോടുകൂടി അമ്മ സംഘടന തിരിച്ചു വരുന്ന ഒരു പ്രവൃത്തിയിലേക്ക് വന്നു. യൂട്യൂബ് ചാനലൊക്കെ സജീവമാക്കിയ പ്രവർത്തികളും. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ? എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അമ്മ അസോസിയേഷൻ ഞങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ എഫക്റ്റീവ് ആൻഡ് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചൊരു സംഘടനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകർ കൂടി ഇൻഫ്ലുവൻസിൽ പോകേണ്ട രാഷ്ട്രീയം, അതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് മീഡിയ ആയിട്ട് സിനിമ നിൽക്കുന്ന പോലെ. അപ്പം അതിൽ ചില അസ്വാരസ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ? ഇൻസിഡൻസ് ഞാൻ പറയുന്നില്ല. അപ്പം ആ താല്പര്യക്കുറവുകൾ ആണല്ലോ നമ്മളെപ്പോഴും ഒരു 10 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ചിലപ്പം ഒരാൾ ചെയ്ത നല്ലതിനെക്കുറിച്ചൊക്കെ മാറി, അല്ലെങ്കിൽ സന്തോഷങ്ങളെക്കാളും നമ്മൾ ആ സന്തോഷം കുറഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചായിരിക്കും ഒരാളെ നമ്മൾ പറയുക. ഞാൻ ഒരു സീസണിലെ എക്സിക്യൂട്ടീവിൽ ഇരുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ മോഹൻലാൽ സാറിൻ്റെ അണ്ടറിലുള്ള അമ്മ അന്ന് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻസിൻ്റെ ഭാഗമായിട്ടാണ് ബൈലോ കറക്ഷൻ നടന്നത്. അതൊരു പരിധിവരെ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്, വരുത്തുന്നുണ്ട്. ചേഞ്ചുകൾ പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷേ കാലം കഴിയും തോറും ഈ മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. റിപ്പിൾസ് പോലാണ് അല്ലേ? ഒരു കല്ല് വെള്ളത്തിൽ വീഴുമ്പോൾ അത് അത്രയുണ്ട്. മലയാള സിനിമ സ്നേഹിക്കുന്നവർ അവരിലോട്ടൊക്കെ എത്തിത്തുടങ്ങാൻ ഉള്ളൊരു ബ്രീത്തിങ് സ്പേസ്. അപ്പോഴത്തേക്കും ഈ ഓരോ പ്രവർത്തനവും അതിലോട്ടുള്ള അഡീഷൻ ആയിരിക്കും. അത് ഈ കമ്മിറ്റി വളരെ തൃപ്തികരമായും പൂർണ്ണമായും അത് ഇൻവോൾവ് ആണെന്നുള്ളത് ആണ് ആസ് എ മെമ്പർ എനിക്ക് കിട്ടുന്ന ഫീൽ. അത് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു ഇനിഷ്യേറ്റീവും കുടുംബ സംഗമം നമ്മളിപ്പോൾ സൂൺ Jan 4th വരുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് തോന്നുന്നു സീനിയർ ആക്ടേഴ്സ് അല്ലെങ്കിൽ അമ്മ തുടങ്ങിയ കാലം തൊട്ടുള്ള എല്ലാവരുടെയും അവരുടെ ഒരു സ്വപ്നങ്ങളിൽ ഒരെണ്ണമായിരുന്നു ഈ കുടുംബ സംഗമം. സോ ഇത് വളരെ സ്പെഷ്യൽ ഒരു മൊമെൻ്റാണ്. വീണ്ടും ഞാൻ ഒരു കാര്യം കൂടെ സ്ട്രെസ് ചെയ്യാൻ നോക്കുന്നത്, എപ്പോഴും അമ്മ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതിലെ മെമ്പേഴ്സിൻ്റെ വെൽഫെയർ ആൻഡ് ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ളൊരു ഔട്ടിംഗ് പ്ലേസാണ്. മനസ്സിലായോ? ഇപ്പോൾ ലാൽ സാറ് പറഞ്ഞേക്കുന്ന ഒരു ടുഗെദർനെസ്സിന് വേണ്ടി. അതിൽ കൂടുതലൊക്കെ ആ സംഘടനയുടെ പുറത്ത് പ്രഷർ വെച്ച് കൊടുക്കരുത്. അതല്ല അതിൻ്റെ ഉദ്ദേശങ്ങളിലുള്ളത്. എന്തായാലും ഇനിയൊരു സിനിമ നിർമ്മാതാവ് എന്ന നിലയിലേക്ക് മാറുന്നുണ്ടോ? 2 പടങ്ങൾ നിർമ്മിച്ചു. ഞാൻ ഇപ്പം ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം എനിക്ക് തന്ന ജോലിയാണല്ലോ. നീ ആദ്യം ആ ജോലി തീർക്കടേ, എന്നിട്ട് വേണ്ട അടുത്ത് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ആ ജോലി ഒന്നുകൂടെ വൃത്തിക്ക് പഠിക്കുന്നു. ഇപ്പം പഠിക്കുകയാണ്. 2025 അജുവിനെ ഒരു നല്ല നടനായി മാറ്റട്ടെ.
അതോടൊപ്പം തന്നെ നല്ലൊരു ഗായകൻ എന്ന നിലയിലും ഇനി കുറേ സിനിമകൾ പാട്ടുപാടാൻ കഴിയട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ ഉറച്ചോ കാശി ഒട്ടിച്ച് നിൽക്കുന്നു. മമ്മൂക്കായുടെ വീഡിയോ ചെയ്തതിൽ ഞാൻ അജുവിന് എതിരാണ്. മമ്മൂക്കായെ കളിയാക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അതിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകാതെ തന്നെയാണ് ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ പോയി കേസ് കൊടുക്കുക, മമ്മൂക്കടുത്തും പറ. ഞാൻ പറയും, ഇത് വിളിച്ച് പറ. ഞാൻ പറയും, ഇങ്ങനെ തോന്നുന്നു. ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കൊടുക്കും. അതല്ല, നിങ്ങൾ എന്താ അയച്ചു കൊടുക്കുക, എന്നിട്ട് പറ ഇത് ഇവൻ ഇങ്ങനെ കളിയാക്കാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ പറയും, പോയി കേസ് കൊടുക്കും. അത് ഞാൻ പറയോ ഇപ്പൊ എനിക്ക് അത്ര ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, പശ ഒട്ടിച്ച് ഞാൻ അതിൽ തന്നെ ഉറച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. സന്തോഷം. ശരി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.